ഈ സിനിമയുടെ നായകന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. ഓക്കെ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാൾ ഓടാവുന്നതിന്റെ മാക്സിമം അങ്ങേര് ഓടി. പേരൊന്ന് മാറ്റിയായിരുന്നെ കൊള്ളായിരുന്നു. അച്ഛനെ എല്ലാവരും ഉണ്ണി എന്നാണ് വിളിക്കുന്നത്, അമ്മയെ സീരിയ എന്ന് വിളിക്കുന്നുണ്ട്. റാമായിരുന്നു പൊളിച്ച. നമ്മുടെ കൂടെയുള്ളത് രതീഷ് കൃഷ്ണൻ, JSK, സുരേഷ് ഗോപി, നമ്മുടെ കേന്ദ്രമന്ത്രി നായകനാവുന്ന, അനുപമ പരമേശ്വരൻ നായികയാവുന്ന ഒരു ഗംഭീര ചിത്രമാണ്. അതില് ഒരു എന്താ പറയാ, തിരിച്ചറിയാവുന്ന അല്ലെങ്കിൽ അതിഗംഭീരമായ റോൾ ചെയ്തിരിക്കുന്ന, നല്ല പെർഫോമൻസ് കൊണ്ടും എന്താ പറയാ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു റോൾ ചെയ്തിരിക്കുന്ന രതീഷ് കൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സിനിമയില് നല്ലൊരു കഥാപാത്രം ചെയ്തപ്പോൾ ആ സിനിമ പ്രതിസന്ധിയിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ അതിന്റെ വിശേഷങ്ങളും അതിന്റെ കാരണങ്ങളും സംസാരിക്കാനായിട്ട് രതീഷ് കൃഷ്ണ, വെൽക്കം. രതീഷ് കൃഷ്ണൻ. രതീഷ് കൃഷ്ണ, പലരും രതീഷ് കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. ആക്ടർ കൃഷ്ണൻ, രതീഷ് കൃഷ്ണൻ, ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറയുന്ന എനിക്ക് അത് ട്രോളിനുള്ളതാണ്. റിലീസിന് തയ്യാറായി ഓഡിയൻസിന് മുന്നിലേക്ക് എത്താൻ ആ സ്റ്റേജ് വരെ എത്തി എന്നുള്ളതിലുള്ള സന്തോഷം. കാരണം ഈ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ സ്ട്രഗിൾസ് ഉണ്ട്. അത് എല്ലാവരും പറയുന്ന സിനിമയാകുമ്പോൾ സ്ട്രഗിൾസ് ഉണ്ടാവും, അത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ എല്ലാം കറക്റ്റാണ്. സോ ഓൾമോസ്റ്റ് ഒരു 10 or 11 സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു ഈ പടം കംപ്ലീഷനിലേക്ക് എത്താൻ. അപ്പോൾ ദ റൈറ്റർ ഡയറക്ടർ ഹിസ് എഫേർട്സ് ആർ ലൈക്ക്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ട കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാൾ ഓടാവുന്നതിന്റെ മാക്സിമം അങ്ങേര് ഓടി. അങ്ങനെ ഓടി നടന്ന് കോർഡിനേറ്റ് ചെയ്ത് ഓരോന്നും വട്ടം എത്തിച്ച് റിലീസിന്റെ ലെവലിൽ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം പുള്ളിയുടെ പറയുന്നു പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര് മാറ്റണം. കുറച്ച് കാലമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം അങ്ങനല്ല. ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അങ്ങനെ പല പോർഷൻസ് ആയിട്ടാണ് തീർന്നേക്കുന്നത്. എന്തുകൊണ്ടി ജാനകി എന്നുള്ളൊരു പേര് അല്ല, അത് ദ ഓഡിയൻസ് ഓർ ദ പബ്ലിക് ഷുഡ് ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. എനിക്ക് വിവാദപരമായി സംസാരിക്കാനുള്ള ഒരു സംഭവം അല്ല, എങ്കിലും ജാനകി എന്നുള്ള പേരാണ് പ്രശ്നം. അഭിപ്രായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്, അത് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ജനാധിപത്യ നാടാണ്. ജാനകി എന്നുള്ളൊരു പേര് ഇത്ര ഇഷ്യൂ ആയിട്ട് ഇത് ഗവൺമെന്റ് ആണോ അതിന് പ്രശ്നമാണ്? സെൻസർ ബോർഡ് സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു മൂവി എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ഇതിപ്പോ ഇതിനെനിക്ക് റെഫർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കേ ഉള്ളൂ. എന്റെ അച്ഛന്റെ പേരാണ് ഒരു കൊച്ചു പയ്യൻ. ഞാൻ ഒരു 7 വയസ്സ് 6 വയസ്സുള്ളായിരുന്നപ്പോ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പം ഈ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ സീത എന്നുള്ളത് ആയതുകൊണ്ട് ജാനകി പാടില്ല, ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ജാനകി മാറ്റി വേറെ എന്തെങ്കിലും പേരാക്കിയാൽ ഓക്കെ എന്ന് പറയുന്നതിനോട് എങ്ങനെ യോജിക്കാൻ പറ്റും? ആ 7 വയസ്സുകാരന്റെ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ അതിനേക്കാൾ കുറച്ചുകൂടിയെങ്കിലും ഉയർന്ന് ചിന്തിക്കേണ്ട ആൾക്കാരല്ലേ. 7 വയസ്സല്ലല്ലോ ആർക്കും ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് 7 വയസ്സല്ല പ്രായം. ഇതില് 3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, നിങ്ങൾ ഈ എമ്പുരാൻ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ വിവാദം ഉണ്ടാക്കിയ പോലത്തെ ഒരു കാര്യമാണ്. കാരണം ഇതൊരു കേന്ദ്രമന്ത്രി അല്ല, ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം വീണ്ടും വക്കീലായിട്ട് വരുന്ന, അത്യാവശ്യം ഫയർ ബ്രാൻഡ് എന്ന് ഓൾറെഡി എല്ലായിടത്തും സംസാരമായ ചർച്ചയായി കത്തി നിന്ന ഒരു പടത്തിനകത്ത് വീണ്ടും അനാവശ്യമായി പബ്ലിസിറ്റിക്ക് വേണ്ടി, അതും ഒരു സെൻട്രൽ ബോഡിയെ തന്നെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാമെന്ന് അറിഞ്ഞിട്ട് അതൊരിക്കലും സംഭവിക്കില്ല. കാരണം മെയിനായാലും ബേസിക്കലി ഈ ഇതിന്റെ ക്രിയേറ്റർ കടന്നു പോകുന്ന ആ ഒരു മെന്റൽ സ്ട്രെയിൻ എനിക്ക് പേഴ്സണലി കുറച്ച് നന്നായി അറിയാവുന്ന ഒരു ആളും കൂടി ആയതുകൊണ്ട് അത് ചിരിച്ചു കളയാനേ പറ്റുള്ളൂ.